അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കോഴിക്കോട് NITയിലെ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവസാന വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തായാലും വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു. എന്തായാലും പ്രതിഷേധങ്ങളെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? രഞ്ജിനി, ഒരു പകലും രാവും നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് വൈശാഖിനെ സസ്പെൻഡ് ചെയ്ത നടപടി NIT അധികൃതർ പിൻവലിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായാണ് നടപടി എടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി വൈശാഖ് അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ പരിഗണിച്ചാണ് വീണ്ടും വൈശാഖിൻ്റെ വാദം കേട്ട ശേഷം ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ നടപടി പിൻവലിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈശാഖിൻ്റെ അപ്പീലിൽ വിശദമായ കാര്യങ്ങൾ കേൾക്കും എന്നാണ് NIT അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തൻ്റെ ഭാഗം കേൾക്കാതെ കോളേജിൽ നടന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ താനെന്ന നിലയിലാണ് നടപടിയെടുത്തതെന്ന് വൈശാഖ് ആരോപിച്ചിരുന്നു. തികച്ചും ഏകപക്ഷീയമായ നിലപാടാണ് ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കിയിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ ഈ സംഘപരിവാർ അനുകൂലമായ NIT വിദ്യാർത്ഥികളുടെ സംഘടന ഈ കോളേജിൽ ഒരു ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ നിർമ്മിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇന്ത്യ രാമരാജ്യമല്ല എന്ന രീതിയിൽ ഒരു പ്ലക്കാർഡ് ഉയർത്തി വൈശാഖ് പ്രതികരിച്ചത്. വൈശാഖിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ തന്നെ പ്രതികരണം സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ ABVP പ്രവർത്തകരും ഇത്തരം വിദ്യാർത്ഥികളും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കോളേജിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദി ഈ വൈശാഖാണ് എന്ന് ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ നടപടി ഉണ്ടായത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ കോളേജിൽ വലിയ പ്രതിഷേധമാണ് അലയടിച്ചത്. KSU വിദ്യാർത്ഥികൾ, KSU പ്രവർത്തകർ ഈ കോളേജിൻ്റെ മുൻവശത്ത് ഇന്ത്യയുടെ പ്രതീകാത്മകമായി ഭൂപടം തീർത്ത് പ്രതിഷേധിച്ചു. ഒപ്പം പലതവണ കോളേജിലേക്ക് തള്ളിക്കയറുന്നതിനും പോലീസുകാരുമായി ഉന്തും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഫ്രറ്റേണിറ്റി പ്രവർത്തകരും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. കോളേജിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ NITയിലെ 1000ഓളം വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് SFI പ്രവർത്തകർ മാർച്ചുമായി കോളേജ് ക്യാമ്പസിലേക്ക് എത്തുകയും പോലീസുമായി വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും സംഭവങ്ങൾ വലിയ വിവാദമായി മാറുകയും കോളേജിലേക്ക് പ്രതിഷേധക്കാരുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടി പുനഃപരിശോധിക്കാൻ കോളേജിൻ്റെ ഭാഗത്തുനിന്നും തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും രാത്രിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുന്നു എന്ന അറിയിപ്പുണ്ടായത്. തിങ്കളാഴ്ച വിദ്യാർത്ഥിയുടെ അപ്പീൽ കോളേജ് പരിഗണിക്കും. രഞ്ജിനി, അനീഷ്, ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വലിയ വിവാദമായ വിഷയമാണ്. NITയിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 1 വർഷം നീണ്ട സസ്പെൻഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ഭാവി പോലും ചിന്തിക്കാതെ കോളേജ് അധികൃതർ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിപ്പോൾ തിങ്കളാഴ്ച അപ്പീൽ പരിഗണിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ മറ്റൊരു തീരുമാനത്തിലേക്ക് കോളേജ് എത്താനുള്ള സാധ്യതയുമുണ്ട്. അവിടെ നമ്മൾ എന്ത് സാധ്യതയാണ് കാണേണ്ടത്? ഈ 1 വർഷം സസ്പെൻഷൻ നിലവിൽ അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള സാധ്യത കാണണം? രഞ്ജിനി, തീർച്ചയായും വിദ്യാർത്ഥിക്ക് അനുകൂലമായ തീരുമാനമാവും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ വലിയ പ്രതിഷേധമാണ് കോളേജിൽ അലയടിച്ചത്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ക്ലാസ് ബഹിഷ്കരിച്ച് വൈശാഖിന് വേണ്ടി ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ്. കോളേജിലെ വിദ്യാർത്ഥികൾ അകത്ത് പ്രതിഷേധിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പുറത്ത് വലിയ പ്രതിഷേധം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോളേജിലെ അധ്യയനം ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തിങ്കളാഴ്ച അപ്പീൽ കമ്മിറ്റി ചേർന്ന് വിദ്യാർത്ഥിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ഈ ക്യാമ്പസിന്റെ മുന്നോട്ടുള്ള പഠനത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറമെ യുവജന സംഘടനകൾ അടക്കമുള്ളവർ ക്യാമ്പസിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച് കഴിഞ്ഞിരുന്നു. DYFI പോലുള്ള സംഘടനകൾ അവിടേക്ക് ഇന്നലെ തന്നെ ഈ SFI പ്രവർത്തകരുടെ മാർച്ചിന് നേരെയുണ്ടായ ലാത്തി ചാർജിന് ശേഷം DYFI പ്രവർത്തകർ അവിടേക്ക് സംഘടിതമായി എത്തുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് NITയിൽ നിലനിന്നിരുന്നത്. ആ സംഘർഷത്തിന് അയവ് വരുത്താൻ ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിക്കുക അല്ലാതെ മറ്റു കാരണമില്ല. ഒപ്പം വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും അതീവ ഗുരുതരമായ ഒരു പിശക് പറ്റിയെന്ന് പറയാൻ കഴിയില്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വാദിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭൂപടം ഒരു പറ്റം വിദ്യാർത്ഥികൾ തെറ്റായി ചിത്രീകരിച്ച് ഈ രാമരാജ്യവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് കോളേജിൽ നിൽക്കുമ്പോൾ ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് വൈശാഖ് ആദ്യം ഒറ്റയാൾ പോരാട്ടം നടത്തുകയും പിന്നീട്
മറ്റു വിദ്യാർത്ഥികൾ ആ പ്രതിഷേധത്തിന് ഒപ്പം കൂടുകയും ചെയ്ത് അതുകൊണ്ട് പിന്നീട് ഈ ഇരു പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷത്തിലേക്കുമൊക്കെ കലാശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ ആകെ ഉത്തരവാദി ഈ വിദ്യാർത്ഥി മാത്രമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്നാണ് കോളേജിലെ തന്നെ സംഘടനകളും വിദ്യാർത്ഥികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദികൾ ഇരുപക്ഷത്തുമുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ ഈ വൈശാഖിനെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി എന്ന ചോദ്യമാണ് ഉയർത്തിയത്. ഇന്നലെ തന്നെ വിദ്യാർത്ഥികൾ ഈ വലിയ ഭീമ ഹർജി ഒരു 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഹർജി ഇന്നലെ തന്നെ കോളേജിൽ അധികൃതർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വൈശാഖിൻ്റെ അപ്പീൽ കൂടി പരിഗണിച്ച് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമായ ഒരു തീരുമാനം അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കൂ എന്നാണ് ഇന്നലെ വൈകി ഇറങ്ങിയ അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായും ഉചിതമായും കോളേജിലെ അധ്യയനം കൂടി മുന്നോട്ട് പോകുന്ന രീതിയിൽ വിദ്യാർത്ഥിയുടെ ഭാവി കൂടി പരിഗണിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥിയുടെ ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ തിങ്കളാഴ്ച ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ NIT ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.